പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തെ തന്ത്രിക്കെതിരായ പീഡന പരാതികൾ പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തന്ത്രിയുടെ മകളുടെ വാർത്താ സമ്മേളനം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആ മകള് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യം കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഇവിടെയുള്ള പ്രശ്നം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും ആ ക്ഷേത്രപരമായിട്ടുള്ള ഒരു ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ തന്ത്രിയും മകളടക്കം ആ കുടുംബം തീരുമാനമെടുക്കുമ്പോൾ ക്ഷേത്രത്തിന്റെ പണം ഒരിക്കലും പൊതുജനങ്ങൾക്ക് സാധാരണക്കാർക്ക് നൽകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, അതിന് സമ്മതിക്കില്ല എന്ന രീതിയിലുള്ള ആ ചർച്ചകൾക്ക്, ആ തർക്കങ്ങളിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഒരു ട്രാപ്പായിട്ടാണ് ഈ തന്ത്രിക്കെതിരെയുള്ള ഈ വീഡിയോ കോളൊക്കെ നമ്മൾ കാണുന്നത്. ഇത് പൊതുജനം ഈ ഒരു പ്രശ്നങ്ങളും സംഭവ വികാസങ്ങളൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ വീക്ഷിക്കുന്ന ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എൻ്റെ അഭിപ്രായമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ഈ പെണ്ണിനെ വെച്ചിട്ടുള്ള ഈ ഹണി ട്രാപ്പ് എന്ന് പറയുമ്പോൾ, സ്ത്രീകളെ വെച്ചിട്ടുള്ള ഹണി ട്രാപ്പ് ഏതൊരാളെയും കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വഴിയാണ്. അത് പലയിടങ്ങളിലും പല സാഹചര്യങ്ങളിലും പലരെയും തകർക്കാൻ അവസാന ആയുധമായി കൊണ്ട് പലരും ഉപയോഗിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഹണി ട്രാപ്പ് പോലെയുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത്. ഇവർക്കിടയിലുള്ള തർക്കങ്ങൾ കൂടുതൽ വർഷങ്ങളായി ഉരുത്തിരിഞ്ഞു വരുന്ന തർക്കങ്ങളാണ്. അതിന്റെ കൃത്യമായിട്ടുള്ള വീഡിയോസും ഫോട്ടോസും അടക്കം തന്ത്രിയുടെ മകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇനി പോലീസിന്റെ അന്വേഷണങ്ങൾ ആ രീതിയിലേക്കും പോകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ സംഭവ വികാസങ്ങളൊക്കെ നമുക്കും മാതൃകയാണ്. വലിയ ബിസിനസ്സുകളിലും ഉന്നത നിലയിൽ വിരാജിക്കുന്നവരൊക്കെ അവർക്ക് ഏത് സമയവും ഹണി ട്രാപ്പ് പോലെയുള്ള സ്ത്രീകളെ വെച്ചുകൊണ്ടുള്ള കളികൾ പല സമയത്തും ഏത് സമയത്തും അവർക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ ആത്മാഭിമാനങ്ങളും ആ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് തകർന്നടിയും എന്നതിന്റെ ഒരു യഥാർത്ഥ രൂപമാണ് ഇപ്പോൾ നമുക്കിവിടെ ലൈവായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്ത് തന്നെ ആയാലും ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ അന്വേഷണങ്ങൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും ഇതിൽ വാദികൾ പ്രതിയാകുന്ന സാഹചര്യത്തിലേക്ക് ഈ കേസുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മൾ നൽകുന്ന, അത് ക്ഷേത്രമാകട്ടെ പള്ളികളായിരിക്കട്ടെ ഏത് സ്ഥലത്തേക്കും നമ്മൾ ജനങ്ങൾ നൽകുന്ന പണം അത് വിനിയോഗിക്കേണ്ടത് ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. പല മസ്ജിദുകളും പല ക്ഷേത്രങ്ങളും പല ചർച്ചുകളും ഇതിൽ മാതൃകയാകുന്നുമുണ്ട്. എന്തായാലും ഈ കേസിലെ വഴിത്തിരിവുകൾ കൃത്യമായ അന്വേഷണത്തോടു കൂടി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.